ഫസ്റ്റ് ഓഫ് ഓൾ ഷരൺ ചേട്ടനൊരു ബിഗ് കൺഗ്രാറ്റ്സ്. സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പടം റിലീസാവുന്നു, ഷരൺ ചേട്ടന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫസ്റ്റ് സിനിമ അസുരവിത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമയിൽ ഷരൺ ചേട്ടൻ്റെ സൗണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമുക്ക് വേണ്ടി ഡബ് ചെയ്ത ഒരാൾ. കാരണം എനിക്ക് തോന്നുന്നു അസുരവിത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിപ്രായം വന്നത് അതുകൊണ്ടാണ്. ഇങ്ങനെ എൻ്റെ ക്യാരക്ടർ അത്ര സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ ആ സൗണ്ടും അത്ര സ്ട്രോങ് ആയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് മെസ്സി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഐ ആം ഹാപ്പി ദറ്റ് ലൈക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. സന്തോഷം. ഞാൻ ലൈക്ക് ഇപ്പം എൻ്റെ ലൈഫ് തന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് പോസ്റ്റ് മാറ്റ്നി പ്രീ കേരള ടുഡേയാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാറ്റ്നിക്കും കേരള ടുഡേക്കും ഇടയ്ക്ക് വന്ന കുറേ ക്യാരക്ടേഴ്സ് ടൈപ്പായി പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ലെവലിൽ ഇന്ന് കളിക്കാൻ പറ്റിയ ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒന്നില്ലെങ്കിൽ ഒരുപാട് ടെൻഷനുള്ളൊരു യങ്സ്റ്റർ ആയിരിക്കും, സ്ട്രെസ്സുള്ളൊരു യങ്സ്റ്റർ ആയിരിക്കും. പക്ഷേ ഒന്ന് എൻജോയ് ചെയ്യുന്ന സിനിമ അല്ലെങ്കിൽ ലൈറ്റായിട്ട് സിനിമകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ കേരള ടുഡേയുടെ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ കപിലേട്ടൻ എൻ്റെ ഒരുപാട് നാൾ മുന്നേയുള്ള ഫ്രണ്ട്സാണ്. കാരണം അസുരവിത്ത് മുതൽ കപിലേട്ടനെ അറിയാം. സയൻസ് ആൻഡ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ തമ്മിലുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് ഡിസ്കസ് ചെയ്യും. അങ്ങനെയാണ് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് കേരള ടുഡേ സ്ക്രിപ്റ്റ് വന്നു. കേട്ടപ്പോൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ പോലെ തോന്നി. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചൊരു സിനിമ പോലെ തോന്നി. അതാണ് കേരള ടുഡേയിലോട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്, പിന്നെ എന്നെ അട്രാക്ട് ചെയ്തത്. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ എലമെൻസും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഈ റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മുന്നാന്ന് പറഞ്ഞ ക്യാരക്ടർ എടുക്കേണ്ട എഫേർട്സ് അല്ലെങ്കിൽ അവൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ, അതൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ കേരള ടുഡേയിലോട്ട് അട്രാക്ട് ചെയ്തു. ഇത് ഒരു ഡയറക്ടർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമ കംപ്ലീറ്റ് ആവില്ല. അത് ശരിക്കൊരു കോപ്പറേഷൻ, ആ ഒരു കോപ്പറേഷൻ ലെവൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് കേരള ടുഡേയിലാണ്. നമുക്കൊരു സ്ട്രഗിൾ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാലും ഒരാൾ ഒറ്റയ്ക്ക് ഏറ്റെടുക്കാണ്ട് എല്ലാവരും കൂടി ഏറ്റെടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഇത് കേരള ടുഡേക്ക് ഉണ്ടായിരുന്നു. ശരിക്കും ഒരു ടീം വർക്കാണ് കേരള ടുഡേ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എല്ലാ സിനിമയിലും ഇപ്പോൾ നമ്മൾ ഒരുപാട് ആക്ടേഴ്സിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ വലിയ ഹിറ്റ്സ് വരുന്നത് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ടീം വർക്കിൻ്റെ ഒരു റാപ്പോയും അവരുടെ ഒരു മ്യൂച്വൽ ഇതൊക്കെ ആയിരിക്കണം. ഇപ്പോൾ പല സിനിമകളും ഇപ്പോൾ വലിയ വിജയങ്ങൾ നേടിയ പല സിനിമകളും ഇങ്ങനത്തെ ഒരു ടീം ഓഫ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ടീം ഓഫ് സിനിമ ലവേഴ്സ് അങ്ങനെ വന്നിട്ടുള്ള വിജയങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയുള്ള അങ്ങോട്ടും സിനിമ ഓൾവേസ് ലൈക്ക് ടീം വർക്കാണ്. നമ്മൾ ഇപ്പം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല, അല്ലെങ്കിൽ ഡയറക്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ ഡയറക്ടർ ഒറ്റയ്ക്ക് ചെയ്തിട്ടും വലിയ ഇതുണ്ടാവില്ല. പക്ഷേ എല്ലാവരും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ എഫേർട്ടും കുറവായിരിക്കും. നമ്മൾ വിചാരിച്ച രീതിയിലൊരു പടം ചെയ്ത് തീർക്കാനും പറ്റും. അതുകൊണ്ട് നമുക്ക് ഇത്തിരി കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടായിരുന്നു റിലീസിൻ്റെ സമയത്ത്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ഡേറ്റ് പല കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയി. കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം ഇതൊരു ഹാർഡ് കോർ ആക്ഷൻ മൂവിയാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ചിലപ്പോൾ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഓവർ വയലൻസ് ഉണ്ടെന്ന് പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും നമ്മൾ എന്താ പറയുക ഓവർ വയലൻസോ കാര്യങ്ങളൊന്നും കേരള ടുഡേയിൽ യൂസ് ചെയ്തിട്ടില്ല. കേരള ടുഡേ നമ്മളിപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ബാക്കിയുള്ള സിനിമകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മാറ്റ്നിക്ക് ശേഷവും കേരള ടുഡേക്ക് മുന്നേ വന്ന സിനിമകളിൽ ഈ പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് നമ്മൾ മാക്സിമം ഓഡിയൻസിലോട്ട് പടം റീച്ച് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ വന്നത് ഒരു 70% ആൾക്കാരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ ചെയ്ത് നമ്മളത് റിലീസിന് റെഡിയാക്കി കഴിയുമ്പോൾ അതെന്തായാലും പബ്ലിക് അറിയണം, എന്നാലേ ഉള്ളൂ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു റിസൾട്ട് നമുക്ക് തിയേറ്ററിലും കിട്ടുകയുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് തന്നെയാണ് ഒരു വലിയ ഘടകം. ഈ ഒരു ടീം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എനിക്ക് നമ്മളായിട്ട് എന്താ പറയുക മാക്സിമം 100% ഒരു മ്യൂച്വൽ ഇതിൽ പോകുന്ന ഫ്രണ്ട്സായിട്ട് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ സിനിമയിൽ. അത് കേരള ടുഡേയിൽ എനിക്ക് 100% കിട്ടിയിട്ടുണ്ട്. കേരള ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈവൻ കപിലേട്ടനായാലും നമ്മുടെ DOP ടീമാണെങ്കിലും ഈവൻ കോസ്റ്റാർസ് ആണെങ്കിലും നമ്മുടെ ഒപ്പം എന്നും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം അവർ ഈ കേരള ടുഡേക്ക് വേണ്ടി എടുത്ത എഫേർട്സ് ബാക്കിയുള്ള അത് കേരള ടുഡേ കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത സിനിമയ്ക്ക് വേണ്ടിയുള്ള ആലോചനകൾ തുടങ്ങാൻ പോലും ഈ ഒരു ടീമിൻ്റെ എന്താ പറയുക ഒരു സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും കേരള ടുഡേയുടെ ടീം ഒരു സിനിമ കൊണ്ട് നിർത്തുന്നില്ല. നമ്മൾ വീണ്ടും പല സിനിമകൾ ചെയ്യും. കാരണം കേരള ടുഡേ എന്ന് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഗ്രൂപ്പായിട്ടിരുന്ന് ആലോചിച്ചപ്പോൾ ഏറ്റവും എന്താ പറയുക കറക്റ്റ് തീം ഇതാണെന്ന് തോന്നി. ഇപ്പോൾ കപിലേട്ടൻ്റെ ഫസ്റ്റ് പടം ചെയ്യാനാണെങ്കിലും എനിക്കൊരു
ഒരു ലെവലിൽ നിന്ന് മാറി ചെയ്യാനാണെങ്കിലും കേരള ടുഡേ ആണ് ബെസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് തോന്നി. കാരണം നമ്മൾ ആ ഗ്രൂപ്പിൽ നമ്മളിരുന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ ആ ഗ്രൂപ്പിന് പറയാൻ ആഗ്രഹമുള്ളതും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങളാണ് കേരള ടുഡേയിൽ പറഞ്ഞത്.